respected leaders of the LDF on the stage, today I start this discussion with my homage and greetings for Comrade Sitaram Yechury, because today is his birthday. 12th of August is Comrade Sitaram's birthday. And I remember last year in our office in Delhi, we all zabardasti got a cake for Comrade Sitaram because he was not very keen to get that cake. But all our comrades in the office, and we celebrated with Comrade Sitaram his birthday on 12th of August. And 1 month later, on the 12th of September, Comrade Sitaram left us. And when we remember him today on his birth anniversary, it is very relevant because Comrade Sitaram Yechury's life was committed to an India which is secular, an India which is equal, an India which is democratic, and an India which can move towards socialism. So red salute, Comrade Sitaram Yechury. We miss you, we remember you, we pay our homage to you today on your birth anniversary. ഇന്നത്തെ എൻ്റെ പ്രസംഗം ഞാൻ ആരംഭിക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഓർക്കുന്നത് സഖാവ് സീതാറാം യെച്ചൂരിയെയാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മുടെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ ഇതേ ദിവസം കഴിഞ്ഞ വർഷം, ഒരു വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം ഞങ്ങൾ ആഘോഷിച്ചത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. സഖാവ് യെച്ചൂരിക്ക് ഒരിക്കലും ഒരു ജന്മദിനം ആഘോഷിക്കണം എന്ന താല്പര്യമേ ഉണ്ടായിരുന്നില്ല. പക്ഷെ നിർബന്ധപൂർവം ഞങ്ങൾ ആ ആഘോഷം സംഘടിപ്പിച്ചു. എനിക്ക് ഇപ്പോഴും വളരെ നനവുള്ള ഒരു ഓർമ്മയായി എൻ്റെ മനസ്സിലുള്ളത്, അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങളൊരു കേക്ക് കൊണ്ടുവന്ന് ഞങ്ങൾ നിർബന്ധപൂർവം ആ കേക്ക് മുറിച്ച് ഞങ്ങൾ ജന്മദിനം ആഘോഷിക്കുകയുണ്ടായി. എന്നാൽ കൃത്യം ഒരു മാസം കഴിഞ്ഞപ്പോൾ 12-ാം തീയതി ഓഗസ്റ്റ് അദ്ദേഹം നമ്മളെ എല്ലാവരെയും വേദനിപ്പിച്ചുകൊണ്ട് കടന്നു പോവുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തീർച്ചയായും ഈ സെപ്റ്റംബർ 12 എന്തുകൊണ്ടും പ്രാധാന്യമർഹിക്കുന്ന ഒരു ദിവസമാണ്. സഖാവ് സീതാറാം യെച്ചൂരി ജീവിച്ചതും പ്രവർത്തിച്ചതും ഒക്കെ ഒരു ഇന്ത്യക്ക് വേണ്ടിയാണ്. എങ്ങനെയുള്ള ഒരു ഇന്ത്യ? മതനിരപേക്ഷമായ ഒരു ഇന്ത്യ, തുല്യതയുള്ള ഒരു ഇന്ത്യ, അതുപോലെ തന്നെ ജനാധിപത്യപരമായ ഒരു ഇന്ത്യ. എന്തിനാണ് ഇങ്ങനെ ഒരു ഇന്ത്യ അദ്ദേഹം കണ്ടത്? അദ്ദേഹം ഭാവനയിൽ കണ്ടത്, അദ്ദേഹം ലക്ഷ്യമിട്ടത്, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ ഈ രാജ്യം ഒരു സോഷ്യലിസ്റ്റ് പരമാധികാര രാജ്യമായി വളരണം എന്ന് കണ്ടാണ് അദ്ദേഹം ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സീതാറാം, അങ്ങയെ ഓർക്കാതെ, സഖാവിനെ ഓർക്കാതെ, സഖാവിൻ്റെ സ്മരണകൾ അയവറക്കാതെ ഒരിക്കലും ഇന്നത്തെ ദിവസം, ഈ ദിവസം നമുക്ക് ആരംഭിക്കാൻ കഴിയില്ല എന്ന കാര്യം പ്രത്യേകം ഓർമ്മിച്ചുകൊണ്ട് സഖാവ് സീതാറാം യെച്ചൂരിയുടെ പാവനമായ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് എൻ്റെ പ്രസംഗം ആരംഭിക്കുന്നത്. Dear comrades, today we are discussing the attack on the Constitution of India with special reference to the attack on minority communities. These two are very closely linked. When we look at India today, the picture that emerges on the eve of independence, on August 15th, we are going to celebrate the 78th year of our independence. And where is India today in the 78th year of independence under the BJP RSS government? That is the issue of our discussion today. ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഗ്രഹിക്കുന്നത് നമ്മുടെ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെക്കുറിച്ച് സംസാരിക്കണം എന്നാണ്. മതന്യൂനപക്ഷങ്ങളുടെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച്, ഇന്നത്തെ ഇന്ത്യയിലെ അവസ്ഥയെക്കുറിച്ച് വിശദമായി പോകുന്നതിന് മുമ്പേ ഈ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ആഘോഷങ്ങൾ നമ്മൾ നടത്തുമ്പോൾ, 78ാമത്തെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ BJP ഭരിക്കുന്ന ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥ എന്താണ് എന്ന് സ്വാഭാവികമായും ഞാൻ ചിന്തിക്കേണ്ടതുണ്ട്.
അവിടെ ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളുടെ സ്ഥാനം എന്താണ് എന്ന് ഉള്ളു തുറന്ന് നമ്മളെല്ലാവരും BJP ഭരിക്കുന്ന ഇന്ത്യയെക്കുറിച്ച് ആലോചിക്കേണ്ട ഒരു ഘട്ടത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചുള്ള ചർച്ചയിലേക്ക് നമ്മൾ കടക്കുന്നത്. This morning, I visited the home and the family of Sister Preeti Mary, one of the two nuns, Sister Preeti Mary and Sister Vandana Francis, who were incarcerated in a cell in the Durg Central Jail in Chhattisgarh. And when I met Sister Preeti Mary's mother, a frail lady waiting for the return of her daughter, I had only this to tell her: you are a brave mother of a brave daughter, because in that jail in Durg, Chhattisgarh, Preeti Mary stood firm in her belief that she had done no wrong. ഇന്ന് ഞാൻ രണ്ട് സിസ്റ്റർമാരുടെ, കന്യാസ്ത്രീമാരുടെ കാര്യം പരാമർശിക്കുമ്പോൾ അതിൽ സിസ്റ്റർ പ്രീതി മേരിയും സിസ്റ്റർ വന്ദന ഫ്രാൻസിസും. ഇതിൽ സിസ്റ്റർ പ്രീതി മേരിയുടെ വീട് ഞാൻ സന്ദർശിക്കുകയുണ്ടായി. അവിടെ ഞാൻ സിസ്റ്ററുടെ അമ്മയെ കാണുകയുണ്ടായി. വളരെ വന്ധ്യവയോധികയായ ഒരു അമ്മയെയാണ് ഞാൻ കണ്ടത്. ആ അമ്മയോട് എനിക്ക് ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മ ധീരയായ ഒരമ്മയാണ്. കാരണം അമ്മയുടെ മകൾ ധീരയാണ്. ഈ രണ്ട് സിസ്റ്റർമാരെയും തടവിലാക്കപ്പെട്ടത് ഛത്തീസ്ഗഡിലെ ദുർഗ് എന്ന ജയിലിലാണ്. ആ ദുർഗ് എന്ന ജയിലിൽ അകാരണമായി അവരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലിടുമ്പോഴും ആ ദുർഗ് സെൻട്രൽ ജയിലിൽ അടയ്ക്കപ്പെട്ട സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് ധീരയായിരുന്നു എന്ന് ഞാൻ പറയാൻ കാരണം അവരുടെ വിശ്വാസങ്ങൾ മുറുകെ പിടിക്കാനുള്ള ധൈര്യം ധീരയായ ഈ അമ്മയുടെ ധീരയായ മകൾക്കുണ്ടായിരുന്നു എന്നതാണ് ഞാൻ അമ്മയോട് പറഞ്ഞത്. കാരണം താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ഈ ജയിലിൽ അടയ്ക്കപ്പെടുമ്പോഴും തുറങ്കിലടയ്ക്കപ്പെടുമ്പോഴും പറയാൻ ആ സിസ്റ്റർക്ക് കഴിഞ്ഞു എന്നതാണ് അതിൻ്റെ പ്രത്യേകത. When we speak about the Constitution, when we speak about attacks, very often we forget the faces who are the victims of the attacks and the experience of those victims and the experience of those families. For me, it is central to our understanding of where India is headed under the BJP RSS, to understand every individual experience, because those experiences, my dear friends, are not just of individuals, but they are of citizens of India like you and me. So when one faces that attack, I believe all of us face that attack. നോക്കൂ, ഭരണഘടനയെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഇതുവരെ നടന്ന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ നാം ചിന്തിക്കേണ്ടത് എന്താണ് എന്നത് മർമ്മപ്രധാനമായ ഒരു പ്രശ്നമാണ്. ഓരോ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളും ഉണ്ടാകുമ്പോൾ പലപ്പോഴും നേരിടേണ്ടി വരുന്ന ഇരകളായ സാധാരണ നിഷ്കളങ്കരായ മനുഷ്യരുടെ മുഖവും അവരുടെ അനുഭവങ്ങളും നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ചിന്തയിലേക്ക്, നമ്മുടെ വിചാരങ്ങളിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. എൻ്റെ മനസ്സിലേക്ക് എപ്പോഴും അങ്ങനെ ഇരകളാക്കപ്പെട്ട, ആക്രമിക്കപ്പെട്ട നിരാലംബരായ മനുഷ്യരുടെ അനുഭവങ്ങൾ ഇങ്ങനെയുള്ള എല്ലാ സന്ദർഭങ്ങളിലും എൻ്റെ മനസ്സിലേക്ക് തിരതല്ലി വരുന്നുണ്ട്. അതിന് കാരണമുണ്ട്. അത് ഒരു കേന്ദ്ര പ്രശ്നമായി ഞാൻ കരുതുകയാണ്. ഇങ്ങനെ ഒരു കാര്യം ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ പ്രശ്നം എന്ന് പറയുന്നത് BJPയുടെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെൻറ് നമ്മുടെ രാജ്യത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നതാണ് ഏറ്റവും മർമ്മപ്രധാനമായ പ്രശ്നം. ഈ അനുഭവങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ അനുഭവങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നത് വെറുതെയല്ല, നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കണമെന്ന് ഞാൻ പറയുന്നത് വെറുതെയല്ല. കാരണം ഇതെല്ലാം ഏറ്റുവാങ്ങുന്ന ആളുകൾ, അവർ കന്യാസ്ത്രീകളാണെങ്കിലും മറ്റാരെങ്കിലും ആണെങ്കിലും, അവരെല്ലാവരും, ഈ ഇരകളെല്ലാവരും വ്യക്തികൾ മാത്രമല്ല, അവർ പൗരന്മാരാണ്. നമ്മളെപ്പോലെ തന്നെ
വ്യക്തികൾ മാത്രമല്ല, ഈ രാജ്യത്തെ പൗരന്മാരാണ്. ആ രാജ്യത്തെ പൗരന്മാർക്ക് നേരിടേണ്ടി വരുന്ന അനുഭവങ്ങൾ, അത് വ്യക്തികൾക്ക് നേരിടേണ്ടി വരുന്ന അനുഭവങ്ങളാണെങ്കിലും അത് നമ്മുടെ മനസ്സിലേക്ക് സ്വീകരിക്കാനും അതിനെ ഏറ്റുവാങ്ങാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. കാരണം നമ്മളെല്ലാം കോർത്തിണക്കുന്ന ഒന്ന്, നമ്മളെല്ലാം ഈ രാജ്യത്തിന്റെ പൗരന്മാരാണ് എന്ന പ്രത്യേകതയാണ്. So even though you know the story of what happened, I want to share with you what I heard from the nuns and from those who were there at that time. On the 26th of July, 3 young Adivasi women, aged between 18 and 22, accompanied by their good friend from the village, a boy called Sukhman, also an Adivasi, all of them happened to be Christians. For the first time, they came out of their district, Narayanpur, to travel to Agra to be trained to be kitchen help in the institutions run by the nuns. 6 തീയതി ജൂലൈയിൽ കന്യാസ്ത്രീകൾക്ക് എന്താണ് സംഭവിച്ചത് എന്നത് ഞാൻ അവരിൽ നിന്ന് തന്നെ കേട്ട കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. 3 ആദിവാസി സഹോദരിമാർ, 18-നും 21 വയസ്സിനും പ്രായത്തിനിടയിലുള്ള ചെറുപ്പക്കാരായ 3 പെൺകുട്ടികൾ, അവർ അവരുടെ ജീവിതത്തിൽ ആദ്യമായി അവരുടെ സ്വന്തം ജില്ലയായ നാരായൺപൂരിൽ നിന്നും അവർ ആഗ്രയിലേക്ക് വരികയും ആഗ്രയിൽ നിന്നും അവർ ട്രെയിൻ മാർഗം പോകാൻ ആഗ്രഹിക്കുകയും ചെയ്തു. കാരണം അവർക്ക് സിസ്റ്റർമാരുടെ കന്യാസ്ത്രീ മഠത്തിൽ അടുക്കളയിൽ സഹായികളായി ജോലിക്ക് അവർക്ക് ലഭിച്ചപ്പോൾ ആ ജോലി കിട്ടുന്നതിന് വേണ്ടിയുള്ള യാത്രയിലാണ് ഈ പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടായത്. One sister was coming from Agra and the other sister, Sister Preeti Mary, was coming from a very remote district in Madhya Pradesh called Shahdol, and both of them were to come to Durg railway station to escort these young women to be trained in the hospital in Agra. ഇവിടെ ആഗ്രയിൽ നിന്നും ഒരു സിസ്റ്റർ മധ്യപ്രദേശിലെ ഷാഡോ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും പ്രീതി മേരി എന്ന സിസ്റ്ററും ഇവർ രണ്ടുപേരും വന്നത് ഈ പെൺകുട്ടികളെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അവിടെ ഒരു പരിശീലനത്തിന് ശേഷം, ആഗ്രയിലെ പരിശീലനത്തിന് ശേഷം അവരെ ജോലിക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ അന്ന് യാത്ര ചെയ്തത്. And it was morning at around 6. Sukham and the girls reached earlier, but he had not bought a platform ticket. So the ticket collector, when he found he has not got a platform ticket, he started shouting at them and saying, "You are here without a ticket," etc. So they replied that, "We are waiting for the nuns. As soon as they come, we will be able to show you our tickets. We are traveling to Agra." In the meanwhile, a crowd had gathered around them, and among that crowd was a Bajrang Dal activist. And as soon as he heard the name sisters, just the word sisters, immediately, like a computer algorithm, which immediately reacts if you put in a word, like that, within 10 to 15 minutes, he had gone out and mobilized through the telephone his members of the Bajrang Dal of that area. ഏതാണ്ട് 6 മണിക്കാണ് ഈ സുഖം എന്ന് പറയുന്ന ആദിവാസി യുവാവിനോടൊപ്പം ഈ 3 പെൺകുട്ടികൾ ദുർഗ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നത്. റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോഴാണ് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിട്ടില്ല എന്ന് ടിക്കറ്റ് എക്സാമിനർ കാണുന്നത്. അയാൾ വളരെ ക്ഷുഭിതനായി തന്നെ ഇവരോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞങ്ങളോടൊപ്പം. അപ്പോൾ അതിനിടയിൽ ബഹളമായി, ഒരു ചെറിയ ആൾക്കൂട്ടം ഉണ്ടാകുന്നു. ആ ആൾക്കൂട്ടത്തിനിടയിൽ ഇവർ വിശദീകരിക്കുകയാണ്, ഞങ്ങളോടൊപ്പമുള്ള സിസ്റ്റർമാർ ഇപ്പോൾ എത്തും, സിസ്റ്റർമാർ വന്നാൽ നിങ്ങൾക്ക് ടിക്കറ്റ് കാണിച്ചു തരും എന്ന് ഈ ചെറുപ്പക്കാരൻ പറയുകയാണ്. ആ ആൾക്കൂട്ടത്തിനിടയിൽ ഒരാൾ ബജ്രംഗദളിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തകനായിരുന്നു. സിസ്റ്റർമാർ എന്ന ഒരൊറ്റ വാക്ക് കേട്ടപ്പോഴേക്കും തൽക്ഷണം ഈ പറയുന്ന ബജ്രംഗദളിന്റെ പ്രവർത്തകൻ വളരെ പെട്ടെന്ന് ക്രോധാകുലനാകുകയാണ്.
നിങ്ങൾ ആലോചിച്ചു നോക്കണം, നിമിഷങ്ങൾക്കകം അദ്ദേഹത്തിൻ്റെ മറ്റ് സഹപ്രവർത്തകരെയും കൂട്ടി ആക്രമണോത്സുകമായ ഒരു ജനക്കൂട്ടമായി ഇത് മാറുകയാണ്. ഒരു കമ്പ്യൂട്ടറിൻ്റെ അൽഗോരിതത്തിൽ നമ്മൾ തയ്യാറാക്കി വച്ചിരിക്കുന്നത് പോലെ സിസ്റ്റർ എന്നൊരു പദപ്രയോഗം കേൾക്കുമ്പോൾ തന്നെ ഇത്തരത്തിൽ ഉള്ള ഒരു പ്രതികരണം എങ്ങനെ ബജ്രംഗദളിന് ഉണ്ടാകുന്നു എന്നത് പ്രധാനമാണ്. So they were then dragged through that crowd. They were dragged to the police control room, the railway police. It's under the central government. So the central government gets directly involved because it is a railway police control room. So before the central government's railway police and the state police, which had also come, the 2 nuns and the 3 Adivasi girls and that 1 Adivasi youth were intimidated, they were bullied. The girls were taken one by one into another room and beaten up. The boy was beaten up, and they were forced to change their statements. And what were they forced to change their statements? That they had been forcibly converted by the nuns, and that without knowing anything, they were being forcibly trafficked by the nuns. So forcible conversion, human trafficking, and these false charges were recorded by the police after there was video evidence of brutal behavior by the Bajrang Dal and one woman called Jyoti Sharma, who is a leader of what is called the Durga Vahini. Both Bajrang Dal and Durga Vahini are outfits which are run, which are trained by the RSS. And the abuse against the nuns, against the girls. We are women activists. We have fought for laws against sexual harassment. The words which were used against the nuns and the Adivasi girls, they constitute sexual harassment. Because there was sexual abusive language. The worst kind of language that can be used against women was used by those gundas in front of the police without any action being taken against them in a public space, which is the main railway station of Durg, just 1 hour away from the capital of Chhattisgarh. പോലീസ് കൺട്രോൾ റൂമിലേക്ക് ഇവരെ കൊണ്ടുപോയതിന് ശേഷം സംഭവിക്കുന്നത് സംസ്ഥാന പോലീസും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പോലീസും ചേർന്നുള്ളൊരു ഗൂഢാലോചനയാണ് പിന്നീട് നമ്മളവിടെ കാണുന്നത്. ഈ 2 സിസ്റ്റർമാരും കന്യാസ്ത്രീകളും 3 ആദിവാസി പെൺകുട്ടികളും അവരോടൊപ്പമുള്ള ആദിവാസി യുവാവും അവർക്ക് നേരിടേണ്ടി വരുന്നത് പിന്നീട് വിവരണാതീതമായ ദുരിതങ്ങളാണ്. അവരെ ഒരു മുറിയിൽ കൊണ്ടുപോയി അടച്ചതിന് ശേഷം അവരെ ഭീഷണിപ്പെടുത്താൻ ആരംഭിക്കുകയാണ്. അവരെ കൊണ്ട് നിർബന്ധപൂർവം ചില സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുക്കാൻ പോലീസിന് കൊടുക്കാൻ വേണ്ടി നിർബന്ധിക്കുകയാണ്. അത് അവരെ മർദ്ദിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരെ മർദ്ദിച്ചതിന് ശേഷം പോലീസിന് ആവശ്യമുള്ള മൊഴി രേഖപ്പെടുത്താൻ വേണ്ടി അവരെ അങ്ങനെ നിർബന്ധിച്ച് അവർക്കെതിരായ അതിക്രമം നടക്കുകയാണ് ഉണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിൽ 2 പ്രധാനപ്പെട്ട വകുപ്പുകൾ ചേർക്കുന്നതിന് വേണ്ടിയിട്ടാണ് പോലീസ് ഈ ശ്രമങ്ങളെല്ലാം നടത്തിയത്. അതിലൊന്ന് മതം മാറ്റത്തിൻ്റെ വകുപ്പ് ചേർക്കാനാണ്. നിർബന്ധിതമായ മതപരിവർത്തനത്തിൻ്റെ വകുപ്പ് ചേർക്കണമെങ്കിൽ അതിനാവശ്യമായ മൊഴി പോലീസിന് ലഭിക്കണമായിരുന്നു. അത് സത്യസന്ധമായ അവരുടെ മൊഴികൾ മാറ്റി അവർ ഇത്തരത്തിലൊരു കാര്യത്തിനാണ് വന്നത് എന്ന മൊഴി രേഖപ്പെടുത്താൻ പോലീസ് അവരെ നിർബന്ധിക്കുകയാണ് ചെയ്തത്. അതിനാണ് അവരെ തല്ലിയത്. രണ്ടാമത്തെ കാര്യം കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മനുഷ്യക്കടത്താണ്. ഈ 2 വകുപ്പുകളും ചേർക്കുന്നതിന് വേണ്ടി പോലീസ് നടത്തിയ നിർബന്ധപൂർവമായ ഈ വകുപ്പുകൾ ചേർക്കുന്നതിന് വേണ്ടി പോലീസ് നടത്തിയ അതിക്രമമാണ്
അവിടെ ആ കൺട്രോൾ റൂമിൽ ഉണ്ടായത് എന്ന് മറക്കരുത്. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ്, ആൾക്കൂട്ടത്തിനിടയിൽ ജ്യോതി ശർമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ കൂടി ഉണ്ടായിരുന്നു. ഈ ജ്യോതി ശർമ്മ ദുർഗാവാഹിനി എന്ന് പറയുന്ന സംഘടനയുടെ ഭാരവാഹിയാണ്. ദുർഗാവാഹിനിയും ബജ്രംഗദളും നമ്മൾ മനസ്സിലാക്കണം, രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ രാഷ്ട്രീയമായ പരിശീലനം ലഭിച്ച ആളുകളാണ് എന്ന് അറിയുമ്പോഴാണ് RSSന് ഇക്കാര്യത്തിലുള്ള ബന്ധം വ്യക്തമാകുന്നത് എന്ന് നമ്മൾ മറക്കരുത്. ഞാനും നിങ്ങളും ഇവിടെ ഇരിക്കുന്ന പലരും നമ്മളെല്ലാം വനിതാ സംഘടനകളുടെ പ്രവർത്തകരാണ്. നമ്മൾ വനിതകളുടെ അവകാശങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണ്. ലൈംഗിക അതിക്രമങ്ങൾക്കെതിരായിട്ടുള്ള ഒട്ടനവധി കേസുകൾ, ആ കേസുകളിൽ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളിൽ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. ലൈംഗിക അതിക്രമങ്ങൾ ഈ രാജ്യത്ത് എവിടെ നടക്കുമ്പോഴും അവിടെയെല്ലാം സ്ത്രീകൾ എന്ന നിലയിൽ നമ്മൾ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ പങ്കെടുത്ത ആളുകളാണ്. അതുകൊണ്ട് സ്വാഭാവികമായും നമ്മുടെ മനസ്സിനെ സ്പർശിക്കുന്നൊരു കാര്യമാണിത്. ഈ പ്രശ്നങ്ങളെല്ലാം നടക്കുമ്പോൾ സ്ത്രീകൾക്കെതിരായിട്ടുള്ള, സ്ത്രീത്വത്തിനെതിരായിട്ടുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ കാണണം. ലൈംഗിക ചുവയോടുകൂടിയുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ കാണണം. അതുകൊണ്ട് അവിടെ 2 കന്യാസ്ത്രീകൾക്കും 3 ആദിവാസി സ്ത്രീകൾക്കും എതിരായി നടന്ന അതിക്രമം എന്ന് പറയുന്നത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള ലൈംഗിക അതിക്രമമാണ് എന്ന് മനസ്സിലാക്കാൻ ഈ സംഭവങ്ങൾ പരിശോധിക്കുന്ന, സത്യസന്ധമായി പരിശോധിക്കുന്ന നമുക്കാർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. And in that station, their parents live very far, in a place called Narayanpur, in a village there. On the telephone they told the police, where is the question of forcible conversion? We have been Christians for last so many years. We are already Christians. So where is the question of forcible conversion? My children, my daughters, they are all practicing Christians. Nobody has forcibly converted us. The first statement given by the parents. The second statement, the girls and the parents, they informed the police then and there that we are going voluntarily. This is our choice. We cannot get jobs here. We are going to be trained so we can work in the institutions run by the nuns. So that day itself, on 26th July, there was perfect evidence that there is no case at all, neither forcible conversion nor human trafficking. That was very clear on the 26th of July. ഈ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. എവിടെയാണ് ഇവിടെ മതപരിവർത്തനത്തിൻ്റെ, നിർബന്ധിത മതപരിവർത്തനത്തിൻ്റെ പ്രശ്നം ഉദിക്കുന്നത്? ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്. ഞങ്ങൾ ഇപ്പോൾ ക്രിസ്ത്യാനികളായതല്ല, ഞങ്ങൾ വർഷങ്ങളായി ഞങ്ങൾ സത്യക്രിസ്ത്യാനികളായി ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് മതപരിവർത്തനത്തിൻ്റെ പ്രശ്നം ഇതിൽ ഉയരുന്നേയില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു വകുപ്പ് ഇവർക്കെതിരായി ചുമത്താൻ കഴിയുന്നത്? രണ്ടാമത്തെ കാര്യം, അവർ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ആ പെൺകുട്ടികളും രക്ഷിതാക്കളും ഒരേ സ്വരത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം, ഞങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് ഒരു ജോലി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കന്യാസ്ത്രീകളോടൊപ്പം പോകുന്നത്. ഞങ്ങളുടെ ഈ നാരായൺപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ജോലി ലഭിക്കാതെ വന്നപ്പോൾ ഞങ്ങൾക്ക് പരിശീലനം കിട്ടുന്നതിന് വേണ്ടി കന്യാസ്ത്രീകൾ നടത്തുന്ന സ്ഥാപനത്തിൽ പരിശീലനം ലഭിച്ച് ആ പരിശീലനത്തിലൂടെ ജോലി ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഞങ്ങൾ പോകുന്ന ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു കാര്യത്തിൽ എങ്ങനെയാണ് മനുഷ്യക്കടത്ത് എന്ന് പറയുന്ന പ്രശ്നം ഉയരുന്നത്? അതുകൊണ്ട് ജൂലൈ 26 നടന്ന ഈ സംഭവം തീർച്ചയായും ഈ 2 വകുപ്പുകളും ഈ 2 കുറ്റങ്ങളും അവരുടെ പേരിൽ ആരോപിച്ചിട്ടുള്ളത് ശരിയായ അടിസ്ഥാനത്തിലല്ല, വസ്തുതാവിരുദ്ധമാണ്. അനാവശ്യമായി നടക്കാത്ത ഒരു സംഭവം അവരുടെ മേൽ ചുമത്തുന്നതിന് വേണ്ടി ബോധപൂർവം കെട്ടിച്ചമച്ച ഒരു കഥയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. And I want to tell you, after 2 days we met the nuns in jail. I was there with an LDF delegation. You know the members, that was Annie Raja from the CPI, and apart from that, Jose K. Money, the LDF leader,
Rahim comrade, who is there in the Rajya Sabha, Comrade Radhakrishnan from the Lok Sabha, Comrade Sunir from the Rajya Sabha. We all went as part of the LDF delegation, and we went and we met the sisters in jail, even though the BJP administration tried to stop us, but we said we are not going until we meet the nuns. So we met the nuns the next morning. ഈ രണ്ട് കന്യാസ്ത്രീകളെ ജയിലിൽ കാണാൻ പോകുന്ന സംഭവങ്ങൾ പരാമർശിക്കണം എന്നെനിക്ക് തോന്നുന്നു. ഞങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ ഒരു ഡെലിഗേഷനായിട്ടാണ് അവിടെ ചെല്ലുന്നത്. ഞങ്ങളുടെ ആ സംഘത്തിൽ, ഇടതുപക്ഷത്തിൻ്റെ ആ പ്രതിനിധി സംഘത്തിൽ വിവിധ ഇടതുപക്ഷ ജനാധിപത്യ പാർട്ടികളിൽ നിന്നുള്ള ആളുകൾ, തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ കൂടെ ഉണ്ടായിരുന്നു. CPIM നിന്നും ഞാനും CPI നിന്നും സഖാവ് ആനി രാജയും കൂടാതെ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെയുള്ള ശ്രീ ജോസ് കെ മാണി, അതുപോലെ CPIM രാജ്യസഭയിൽ പ്രവർത്തിക്കുന്ന സഖാവ് റഹീം, ലോക്സഭയിൽ പ്രവർത്തിക്കുന്ന സഖാവ് രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള MP-മാരുടെ സംഘമാണ് അവിടെ പോകുന്നത്. BJPയുടെ ആളുകളുമായും ജയിൽ അധികൃതരുമായും ഞങ്ങൾക്ക് അതിൽ തർക്കിക്കേണ്ടിയും വന്നു. കാരണം അവർ കാണാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഉറച്ച ശബ്ദത്തോടുകൂടി പറഞ്ഞത് കന്യാസ്ത്രീകളെ കാണാതെ ഞങ്ങൾ മടങ്ങിപ്പോകില്ല എന്ന് വളരെ ശക്തമായി തന്നെ ഞങ്ങൾക്ക് പറയേണ്ടി വന്നു. And I found full of dignity, full of courage. They were both running a temperature at that time. They had medical issues. They were forced to sleep on the floor, and that aggravated the medical issues. And yet they were so strong, they were so brave. But I want to share with you the only time when Sister Preeti Mary broke down was when she told us her work. For 30 years they have been working in the most deprived areas of Madhya Pradesh. She's working with leprosy afflicted people. Nobody was there, nobody worked there. She's working in the most difficult circumstances. And she looked us straight in the eye and said, after all my work, today, in front of the police, I was called an anti-national, a termite. I don't know in Malayalam. Can you spell it? That is that termite, that insect, chalak or something, it goes in the wood. Yeah. Attelo. You know that insect which goes into the wood and eats the wood from inside? Yes, understood. We have a Malayalam. What is it? Chidal. She said, the only time she had tears in her eyes, she said, I don't care what they said, I know what I'm doing is not wrong. But she was called a termite. She was called and abused that she is working for foreign interests because she believes in a Lord, in Jesus Christ, who was not born in India. You think of that. You think of a woman who sacrificed everything working for the poor because of her religious belief. It's her constitutional right to believe in any religion. But in that central jail, if a nun who's worked selflessly for 30 years is called a termite, and that too in front of the police, that affected her soul, it affected her dignity. She didn't care about anything else, but she cared about that. ഇവിടെ ഈ കന്യാസ്ത്രീകളെ കാണുമ്പോൾ എനിക്ക് ഏറ്റവും അഭിമാനം തോന്നിയ ഒരു കാര്യം,
ഒട്ടേറെ പ്രശ്നങ്ങൾ ആ 2 ദിവസങ്ങളിൽ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും അവരുടെ ശക്തവും ധീരവുമായ നിലപാടുകൾ പറയാതിരിക്കാൻ കഴിയില്ല. അവർ അഭിമാനത്തോടുകൂടിയാണ്, അഭിമാനഭരിതമായിട്ടായിരുന്നു അവർ പെരുമാറിയത്. ധീരതയോടുകൂടിയായിരുന്നു അവരുടെ പ്രതികരണങ്ങൾ. അവർക്ക് ശാരീരികമായി നിരവധി പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവർ തറയിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ ഉണ്ടായ പ്രശ്നങ്ങളുണ്ട്. ജയിലധികാരികളോട് അവർക്ക് ആവശ്യമായ വൈദ്യസഹായം നൽകണമെന്നും ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നും ഞങ്ങൾക്ക് പറയേണ്ടി വന്നു. പക്ഷെ ആ സന്ദർഭത്തിലൊന്നും അവരുടെ മനോധൈര്യത്തെ അത് ഉലച്ചിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം. 30 വർഷക്കാലമായി ഒരേ ഒരു സന്ദർഭത്തിലാണ് സിസ്റ്റർ പ്രീതി മേരി പൊട്ടിക്കരഞ്ഞു പോയത്. അതിന് ഒരു കാരണമുണ്ട്. 30 വർഷക്കാലമായി ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെട്ടിരിക്കുന്ന ഒരു സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നവരാണ് ഈ കന്യാസ്ത്രീകൾ എന്ന് മറക്കരുത്. സിസ്റ്റർ പ്രീതി ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം അതാണ്. 30 കൊല്ലമായി ഞങ്ങൾ ഇതുവരെ ആരും തിരിഞ്ഞു നോക്കാത്ത മനുഷ്യർക്കിടയിൽ പ്രവർത്തിക്കുകയാണ്. കുഷ്ഠരോഗികളായ മനുഷ്യർക്കിടയിൽ, ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത മനുഷ്യർക്കിടയിലാണ് ഞങ്ങൾ പ്രവർത്തിച്ചത്. ആ 30 വർഷക്കാലത്തിൻ്റെ പ്രവർത്തനത്തിന് ശേഷം ഞങ്ങളെ വിളിച്ച ഒരു കാര്യത്തിൽ മാത്രമാണ് ഞങ്ങൾക്ക് വേദനയുള്ളത്. ഞങ്ങൾ ദേശവിരുദ്ധരാണ്, ഞങ്ങളെ ദേശദ്രോഹികൾ എന്നാണ് വിളിച്ചത്. ഞങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ഞങ്ങൾ എങ്ങനെയാണ് ദേശദ്രോഹികളാകുന്നത്? ക്രിസ്തു ഇന്ത്യയിൽ ജനിക്കാത്തത് കൊണ്ട് ഞങ്ങൾ ദേശദ്രോഹികളായി മാറുന്നില്ല. അവരേറ്റവും കൂടുതൽ വേദനിപ്പിച്ച പദപ്രയോഗം ചിതൽ എന്ന പദപ്രയോഗമാണ്. ചിതലുകളാണ് എന്ന് പറഞ്ഞതാണ് അവരെ വേദനിപ്പിച്ച ഒരു പദപ്രയോഗം. എനിക്കാദ്യം സഖാവ് പറഞ്ഞ ആ വാചകം കിട്ടിയില്ല, അതിൻ്റെ വാക്ക് കിട്ടിയില്ല. ചിതലെന്ന് പറഞ്ഞപ്പോൾ സന്ദർഭോചിതമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഞങ്ങളുടെ നാട്ടിലെ ഇടപ്പള്ളി കവികൾ ചങ്ങമ്പുഴയുടെ പ്രസിദ്ധമായ അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ടുള്ള കവിതയുണ്ട്. ചികയുന്നോ ചിരിവരും ചിലതിനെയും ഉണ്ടെന്നോ ചിതയിലേക്ക് അവയെടുത്ത് എറിയു വേഗം എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് കവിതയിൽ. അത് അന്ധവിശ്വാസം, മതപരമായ അന്ധവിശ്വാസത്തിനെതിരായി ചങ്ങമ്പുഴ എഴുതിയ കവിതയുടെ വരികളാണ്. അപ്പോൾ ചിതലാണ് എന്ന് പറഞ്ഞത്, ആർക്കും വേണ്ടാത്ത നല്ല ഒരു തടിക്കഷ്ണത്തെ പോലും നശിപ്പിക്കുന്ന ചിതലാണ് എന്ന് പറയുന്നത്, അതും രാജ്യദ്രോഹികളാണ് എന്ന് പറയുന്നതും എവിടെയാണ് പറയുന്നത്? പോലീസുകാരുടെ മുമ്പിൽ വെച്ച് പരസ്യമായി 30 വർഷം ഈ രാജ്യത്തെ പാവപ്പെട്ട മനുഷ്യർക്കിടയിൽ പ്രവർത്തിച്ച, അവഗണിക്കപ്പെട്ട, അടിച്ചമർത്തപ്പെട്ട മനുഷ്യർക്കിടയിൽ പ്രവർത്തിച്ച കന്യാസ്ത്രീകളെ ഇങ്ങനെ സംബോധന ചെയ്യുന്നതാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും വേദനാജനകമായ ഒരു സന്ദർഭം എന്നത് ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. We also met the Adivasi youth. He was treated very badly in the jail. The case was then referred to the NIA. The Chhattisgarh government prosecutor, till the last minute, they opposed the bail. They opposed the bail in the lower court. They opposed the bail in the sessions court. They insisted it be referred to the NIA, the National Investigation Agency. So you see, the whole framework was not just of those gundas of the Bajrang Dal. It was the framework set by the Chhattisgarh government, which was shown by the public prosecution. It was shown by the government council, who argued that there is forcible conversion, there is human trafficking, and it was sent to the NIA. Why should the case go to NIA? It's not mandatory that every case goes to NIA. But because they wanted to prove it is anti-national, they sent it to the NIA. Who sent it to the NIA? Who's responsible for it? The NIA is under the central government, under Modi. That is the law. The state government has to refer to the NIA after informing central government. It was referred to the NIA. But there, the prosecution argued against the bail. But we are happy that the judge of the NIA, Sirajuddin Qureshi, he was the judge of the NIA, and he took an independent decision. And if you read his judgment,
of the bail order, it was exactly the opposite of what the government prosecution was arguing. So the nuns have got bail, but the FIR has still not been withdrawn. And every week they are harassed, having to go to the court because the so-called investigation is not complete. ഛത്തീസ്ഗഡിലെ പോലീസ് അവിടുത്തെ അഭിഭാഷകർ, ഗവൺമെന്റിന്റെ അഭിഭാഷകർ എങ്ങനെയാണ് ഈ കേസിനെ സമീപിച്ചത് എന്നതും പ്രശ്നമാണ്. കാരണം ഗവൺമെന്റിന്റെ പ്രോസിക്യൂട്ടർമാർ എല്ലാ ഘട്ടത്തിലും ജാമ്യത്തെ എതിർക്കുകയാണ് ചെയ്തത്. അത് കീഴ്ക്കോടതിയിലും NIA കോടതിയിലും എല്ലാം ഒരേ നിലപാട് തന്നെയാണ് അവർ സ്വീകരിച്ചത്. സെഷൻസ് കോടതിയിൽ വന്നപ്പോൾ ഇത് തന്നെ തുടർന്നു. അവിടെ മറ്റൊരു കാര്യം കൂടി ഉണ്ടായി. NIAക്ക് ഈ കേസ് കൈമാറണം എന്ന വാദമാണ് ഉണ്ടായത്. എന്തിനാണ് NIA കൊണ്ടുവരുന്നത്? വളരെ ബോധപൂർവമാണ്. നാഷണൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയെ ഈ കേസിലേക്ക് കൊണ്ടുവരുന്നതിന് പിന്നിലുള്ള ഉദ്ദേശം ദേശവിരുദ്ധമാണ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. രാജ്യദ്രോഹ കുറ്റം ഇവരുടെ മേൽ ആരോപിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇവിടെ നിർബന്ധിതമായ മതപരിവർത്തനം നടന്നിട്ടുണ്ട് എന്നും മനുഷ്യക്കടത്ത് നടന്നിട്ടുണ്ട് എന്നും സ്ഥാപിക്കുന്നതിന് വേണ്ടി, അവരെ ദേശവിരുദ്ധരായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി ഉള്ള ശ്രമമാണ് നടന്നത്. അതാണ് അവിടുത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർമാർ ആ നിലപാട് സ്വീകരിച്ചത്. ഛത്തീസ്ഗഡ് സംസ്ഥാന സർക്കാരിന്റെ പബ്ലിക് പ്രോസിക്യൂട്ടർമാർ ആ നിലപാട് സ്വീകരിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് നമ്മൾ ആലോചിക്കണം. NIAക്ക് ഒരു കേസ് കൈമാറുമ്പോൾ സ്വാഭാവികമായും കേന്ദ്ര ഗവൺമെന്റിനോട് ആലോചിക്കാതിരിക്കാൻ കഴിയില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതി ഇല്ലാതെ ഒരിക്കലും NIA ഈ കേസിൽ ഇടപെടില്ല. അപ്പോൾ ആരാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ വക്താക്കൾ എന്ന് കൂടി നമ്മൾ ആലോചിക്കണം. ആരാണ് നിയന്ത്രിക്കുന്നത് എന്നത് ആലോചിക്കണം. അത് മോദിയാണ് എന്ന് നമുക്ക് മറ്റൊരു തരത്തിൽ സംശയിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് BJPയുടെ ഒരു ഗൂഢാലോചന ഈ കേസിന്റെ പിന്നിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഒരു പ്രത്യേകതയുണ്ടായി. ആ കേസിൽ ജാമ്യ അപേക്ഷ വന്നപ്പോൾ എതിർത്ത ഈ അഭിഭാഷകരുടെ നിലപാടിന് നേർവിരുദ്ധമായ ഒരു നിലപാടായിരുന്നു സിറാജുദ്ദീൻ ഖുറേഷി എന്ന് പറയുന്ന ജഡ്ജി, ബഹുമാന്യനായ ജഡ്ജി ആ കേസിൽ സ്വീകരിച്ചത്. അദ്ദേഹം പ്രോസിക്യൂഷൻ കൊണ്ടുവന്ന എല്ലാ അഭിപ്രായ പ്രകടനങ്ങൾക്കും നേർവിരുദ്ധമായ നിലപാടുകൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആ കേസിൽ കന്യാസ്ത്രീകൾക്ക് ജാമ്യം അനുവദിച്ചത് എന്നതുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. പക്ഷേ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ഇതുവരെ അത് ഇല്ലാതാക്കിയിട്ടില്ല, ക്വാഷ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് സംഭവിക്കുന്നത് എല്ലാ ആഴ്ചകളും ഈ കന്യാസ്ത്രീമാർ അവിടെ പോയി ഒപ്പിടേണ്ടി വരുന്നു. ഒപ്പിടാൻ ചെല്ലുമ്പോഴെല്ലാം അവരെ അപമാനിക്കാനുള്ള ബോധപൂർവമായ ഒരു പരിശ്രമം ഉണ്ടാകുന്നുണ്ട് എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി നാം മനസ്സിലാക്കണം. And so there are certain questions which come up. The first is, I've heard the BJP leader here, Shri Rajiv Chandrasekhar, making a statement that we are grateful to Mr. Modi and we are grateful to Mr. Amit Shah for giving the bail to the nuns. I don't know what logic Mr. Rajiv Chandrasekhar is trying to put before the people of this country. If that is the case, then why were the nuns arrested in the first place? Why for 10 days 2 innocent nuns and an innocent Adivasi boy were locked up in the jail? Why? Why were they not released on bail the next day? Was Mr. Rajiv Chandrasekhar in a Kumkaran sleep for 10 days? It is a shame today, my dear friends, that a government under whose rule the Bajrang Dal and the Durga Vahini have impunity. What happened on the 8th of August in Orissa? 3 nuns and 4 priests who were going to a memorial ceremony of a senior member of the congregation. They were returning. They were stopped in the middle of the night by the Bajrang Dal, the same organization. They were beaten up.
And when there was a hue and cry and people came, the police came after half an hour beating up of the nuns and the priests. But till today, no case has been filed. Let Rajiv Chandrasekhar answer this question. If the nuns had been given bail because of Modi and Amit Shah, why today those who were responsible for that terror against them, why no FIR has been filed against them? Why no case is filed against them? Why they are not in jail? What is happening in Odisha? What is happening in other parts of India? In the name of forcible conversion. Only yesterday I got a call from Raipur. In Raipur, where Sunday prayers were going on, they had been attacked by the Bajrang Dal. They had been taken to the Thana and cases were filed against the pastor. Our comrades went there and fought against it. I don't know how it is that here in Kerala, where there is harmony between communities, we cannot think of a single case in Kerala where outfits like the Bajrang Dal can inflict violence against nuns and get away with it. Can you imagine? Because in Kerala, there is LDF government. Because in Kerala, there is a secular framework. Because in Kerala, it will never be allowed. That is a reality. But today, BJP leaders, the way they are speaking, they should hang their heads in shame. It is their politics. It is their toxic agenda against the Constitution of India which led to the nuns being arrested. My dear friends, it is not just Christians. The word termite was first used by Amit Shah against the Muslims of India, and specifically against Bengali-speaking Muslims of India, calling them termites. So don't think the arrest of the nuns is an isolated incident. No, it is not. Join the dots. Understand the linkages, my dear friends. And it is not just minorities. Once you accept this kind of one-sided subversion of institutions, nobody can be saved. And that is what we see in Bihar today. In the name of purification of electoral lists, removing foreigners from electoral lists, very few foreigners were found by the Election Commission to remove from the list, but all the poor were removed from the list. All the migrant workers were removed from the list. If one section is attacked, all sections are attacked. The logic of that toxic agenda from Durg to Orissa to Bihar. BJP എനിക്ക് ഏറ്റവും കൗതുകരമായി തോന്നുന്നത് BJP നേതാവായ ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ കേരളത്തിലെ ചില പ്രതികരണങ്ങളാണ്. അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട് കേന്ദ്ര സർക്കാരിനോടും നരേന്ദ്രമോദിയോടും അമിത്ഷായോടുമാണ് എന്നാണ്.
അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഞാൻ മറ്റൊരു സംഭവം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഓഗസ്റ്റ് 8 തന്നെ ഒഡീഷയിൽ ഒരു ആക്രമണമുണ്ടായി. അവിടുത്തെ 3 കന്യാസ്ത്രീമാർക്കും 4 പുരോഹിതന്മാർക്കെതിരായി ഒരു ആക്രമണം നടന്നു. അർദ്ധരാത്രി നടന്ന ആക്രമണം നടന്നു എന്ന് മാത്രമല്ല, അവരുടെ വാഹനത്തിൽ നിന്ന് അവരെ പിടിച്ചിറക്കി അവരെ ക്രൂരമായി ആക്രമിക്കുകയാണ് ചെയ്തത്, തല്ലി ഒതുക്കുകയാണ് ചെയ്തത്. അരമണിക്കൂറിന് ശേഷമാണ് പോലീസ് വന്നത് എന്നത് കാരണം. ഇതുവരെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഈ സംസാരിക്കുന്ന ഈ നിമിഷം വരെ ആ കേസിൽ ഒരു FIR പോലും എഴുതിയിട്ടില്ല, ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ 3 കന്യാസ്ത്രീമാർക്ക് അല്ല 2 കന്യാസ്ത്രീകൾക്കും ഈ 3 പെൺകുട്ടികൾക്കും എതിരായി അവരോടൊപ്പം ഉണ്ടായിരുന്ന ആദിവാസി യുവാവിനെതിരായിട്ടും ഈ നിലപാട് സ്വീകരിച്ച കേന്ദ്രത്തിലെ ഗവൺമെന്റ് എന്തുകൊണ്ട് ഈ പ്രശ്നത്തിൽ ശരിയായൊരു നിലപാട് സ്വീകരിക്കാൻ മടിക്കുന്നു എന്ന് മനസ്സിലാക്കും. അപ്പൊ സ്വാഭാവികമായും ഇത് BJP തന്നെ ആലോചനയാണ് പറയുന്നത് വെറുതെയല്ല. ഞാൻ വേറൊരു കാര്യവും കൂടി നിങ്ങളോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ചിതലുമുറ്റിയ കാര്യം ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുകയുണ്ടായി. സത്യത്തിൽ അമിത്ഷായാണ് ആദ്യമായി ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയത്. അത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള ഒരു നിലപാടാണ് അപ്പോൾ സ്വീകരിച്ചത്. ഈ കഴിഞ്ഞ ദിവസമാണ്, ഈ ഞായറാഴ്ചയാണ്, കഴിഞ്ഞുപോയ ഞായറാഴ്ചയാണ് റായ്പൂരിൽ ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുള്ള ആക്രമണം നടന്നു. ഒരു പാസ്റ്ററിനെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ടുപോയി. ഇതുപോലെ തന്നെ പോലീസ് കേസ് ഫയൽ ചെയ്യാനുള്ള തീരുമാനങ്ങളുണ്ടായി. നമ്മുടെ സഖാക്കളാണ് ആ കാര്യത്തിൽ പോലും ഇടപെട്ടത്. ഇവിടെ ഇരിക്കുന്ന ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് ഈ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം, ഇപ്പോൾ ദുർഗിൽ നടന്ന സംഭവം, റായ്പൂരിൽ നടന്ന സംഭവം, ഒഡീഷയിൽ നടന്ന സംഭവം ഈ കേരളത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നടക്കുമോ എന്ന് നിങ്ങൾ ആലോചിക്കണം. എനിക്കുറപ്പാണ്, ഈ കേരളത്തിൽ അങ്ങനെ ഒരു ആക്രമണം സംഘടിപ്പിക്കാൻ ഒരാൾക്കും കഴിയില്ല. കാരണം ഇത് മതനിരപേക്ഷ കേരളമാണ്, ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള കേരളമാണ്, ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റ് ഉള്ളൊരു കേരളമാണ്. അതുകൊണ്ടാണ് വിശ്വാസയോഗ്യമായി പോലും നമുക്ക് ഈ സംഭവങ്ങളെ കേരളത്തിൽ നിന്ന് നോക്കിക്കാണുമ്പോൾ നമുക്ക് കാണാൻ കഴിയാത്തത്. അതുകൊണ്ടാണ് നോക്കൂ, ഈ പ്രശ്നങ്ങൾക്കെല്ലാം വിഷലിപ്തമായ, അത് ബജ്രംഗദളിന്റെ കാര്യത്തിലാണെങ്കിലും നേരത്തെ പറഞ്ഞ ദുർഗാവാഹിനിയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ, BJP ഗവൺമെന്റ് എടുക്കുന്ന നിലപാടുകളുടെ പ്രശ്നത്തിലാണെങ്കിലും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ വിഷലിപ്തമായ ഒരു തത്വശാസ്ത്രം ഇതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നത് അറിയണം. അതാണ് ഇവരെല്ലാം കോർത്തിണക്കുന്നത്. അതുകൊണ്ട് ഈ സംഭവങ്ങളൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. ഒറ്റപ്പെട്ട സംഭവങ്ങളെ കോർത്തിണക്കുന്നത് ഒരു രാഷ്ട്രീയമാണ്. ഒറ്റപ്പെട്ട സംഭവങ്ങളെ കോർത്തിണക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ഹിന്ദുത്വത്തിന്റെ രാഷ്ട്രീയമാണ്, RSSന്റെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കുമ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും അത് കേവലം ഒറ്റപ്പെട്ട നമ്മളെ ബാധിക്കാത്ത സംഭവങ്ങളല്ല. ക്രൈസ്തവർ ആക്രമിക്കപ്പെടുമ്പോൾ അത് ക്രൈസ്തവർക്കെതിരായ മാത്രം ആക്രമണമായി കാണേണ്ടതില്ല. അതെല്ലാം മതന്യൂനപക്ഷങ്ങൾക്കും എതിരായിട്ടുള്ള ആക്രമണങ്ങളാണ്. മതന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ എന്ന് പറയുന്നത് സത്യത്തിൽ ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള ആക്രമണമാണ് എന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് ഈ സംഭവങ്ങളെല്ലാം ഇന്ത്യയുടെ ഭരണഘടനയ്ക്കെതിരായി RSSന്റെ വിഷലിപ്തമായ രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലത്തിൽ ഉയർന്നു വരുന്ന അതിക്രമങ്ങളാണ് എന്ന തിരിച്ചറിവാണ് ഈ സംഭവങ്ങൾ നമുക്ക് സമ്മാനിക്കുന്ന രാഷ്ട്രീയമായ പാഠം എന്ന് പറയുന്നത്. ബീഹാറിലെ തെരഞ്ഞെടുപ്പിന്റെ ഇലക്ടറൽ റോൾസിൽ നിന്നും അവിടുത്തെ വോട്ടർ പട്ടികയിൽ നിന്നും ഒരുപാട് പേരുടെ പേരുകൾ എടുത്തു മാറ്റുന്നുണ്ട്. അവരെല്ലാം ഈ രാജ്യത്ത് തന്നെ പൗരത്വമുള്ള ആളുകളാണോ എന്ന് കണ്ടുപിടിക്കാനായിരുന്നു ഈ പരിശ്രമം എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പൗരത്വമില്ലാത്ത ആളുകളെ, വിദേശികളായിട്ടുള്ള ആളുകളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ പ്രിയപ്പെട്ട സഖാക്കളെ, സഹോദരി സഹോദരന്മാരെ, ആ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് സാധാരണക്കാരായ, പാവപ്പെട്ടവരായ, നിരാലംബരായ തൊഴിലാളികളാണ്. പലപ്പോഴും അതിഥി തൊഴിലാളികളായിട്ടുള്ള ആളുകളാണ്. ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ വേണ്ടി മറ്റൊരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളാണ് ആക്രമിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ ഈ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നത്. അതുകൊണ്ട് ഈ സംഭവങ്ങൾ തമ്മിലെല്ലാം ഒരു ബന്ധമുണ്ട്. ആ ബന്ധം തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ആരെയെങ്കിലും ഒരാളെ ആക്രമിക്കുമ്പോൾ അത് നമുക്കെതിരായിട്ടുള്ള ആക്രമണമാണ്, ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള ആക്രമണമാണ് എന്ന തിരിച്ചറിവിലാണ് പ്രതിരോധം ആരംഭിക്കേണ്ടത്. I know there are differing opinions among the church. We had met the bishop also in Raipur,
and we had exchanged our experiences with him, and he exchanged his experiences with us. We had also met many sisters and fathers who are working in very, very difficult conditions in Chhattisgarh. What I would say, because we respect, everybody has their own opinions. But today is a critical time, and any opinion expressed which defends and strengthens the agenda of assault on the Constitution, any opinion by respected senior members of the community which seeks to whitewash or conceal the real agenda as to how the Bajrang Dal and organizations like them can function so freely across India. I think we have to reconsider the statements that we make, which may strengthen such forces and give them even greater impunity. The nuns told me that such is the condition that we have to change our dress when we go outside and wear a civilian woman's dress. What can be more tragic than that? But when leaders of the community turn their face away from that reality and don't say in clear words who is responsible, it is the BJP government at the center. Leaders here can make any kind of statements to try and get electoral gain. But those who are facing it across India know the truth. So I would only say with respect that concealing the truth will not help our cause to defend the right of every citizen to the freedom of conscience of any religion they may choose to believe in. ഞങ്ങൾ അവിടെ ബിഷപ്പുമായി സംസാരിക്കുകയുണ്ടായി. അഭിവന്ദ്യനായ ബിഷപ്പിനോട് ഈ സംഭവങ്ങളെല്ലാം ഞങ്ങൾ സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ ഞങ്ങളോട് പങ്കുവച്ചു. അവിടെ തന്നെയുള്ള കന്യാസ്ത്രീമാരും പുരോഹിതന്മാരുമായിട്ടുള്ള ഒരുപാട് ആളുകളോട് ഞങ്ങൾ സംസാരിച്ചു. അവരുടെ അനുഭവങ്ങൾ അവരും ഞങ്ങളുമായി പങ്കുവച്ചു. ഞങ്ങളുടെ അഭിപ്രായങ്ങൾ അവരോട് പറയുകയുമുണ്ടായി. വളരെ ബഹുമാനപൂർവ്വമാണ് നമ്മൾ ഈ അനുഭവങ്ങളെല്ലാം പങ്കുവച്ചതും അവരോട് സംസാരിച്ചതുമൊക്കെ. ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ, നമ്മുടെ സാമൂഹിക ജീവിതത്തിൻ്റെ ഏറ്റവും നിർണായകമായ ഒരു ദശാസന്ധിയിലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഈ പ്രശ്നത്തെ സംബന്ധിച്ച് പറയുന്ന ഓരോ അഭിപ്രായ പ്രകടനങ്ങളും ചില പ്രത്യേക സന്ദർഭത്തിൽ ചിലപ്പോൾ അത് BJPയും RSSും ആഗ്രഹിക്കുന്ന തരത്തിലായാൽ അത് നമ്മുടെ രാജ്യത്തിൻ്റെ വിനാശത്തിൽ വഴിവെക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടൊരു അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ, പ്രത്യേകിച്ച് സമുദായ നേതാക്കന്മാരുടെ തന്നെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുമ്പോൾ അവർ ഇക്കാര്യം ശരിക്കും ആലോചിക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ള ശക്തികളെ വെള്ളപൂശാൻ ശ്രമിക്കുന്ന അഭിപ്രായ പ്രകടനങ്ങളിൽ ഈ ഘട്ടത്തിൽ അവർ നടത്തുന്നത് തീർച്ചയായും നമ്മുടെ രാജ്യത്ത് മതന്യൂനപക്ഷങ്ങളുടെ ജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ എങ്ങനെ ബാധിക്കും എന്ന് അവരാലോചിക്കണം. ഇന്ത്യയുടെ ഭരണഘടനയെ എങ്ങനെ ബാധിക്കും എന്ന് അവരാലോചിക്കണം. അത് രാജ്യവിരുദ്ധരായി ശരിക്കും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ശക്തികൾക്ക് സംരക്ഷണ കവചം ഒരുക്കുന്നതായിരിക്കും ഈ വെള്ളപൂശൽ എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് അങ്ങേയറ്റത്തെ ബഹുമാനത്തോടു കൂടി, അർഹിക്കുന്ന മുഴുവൻ ബഹുമാനത്തോടു കൂടി സമുദായ നേതൃത്വത്തോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ സന്ദർഭത്തിൽ BJPയും RSSനെയും വെള്ളപൂശുന്ന അഭിപ്രായ പ്രകടനങ്ങൾ നിങ്ങൾ പിൻവലിക്കണം എന്നാണ്
ഞങ്ങൾക്ക് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത്. ആരാണ് ഇതിന് ഉത്തരവാദികൾ എന്ന് ചോദിക്കാൻ അവർ തയ്യാറാകണം. കേന്ദ്ര ഗവൺമെൻറ്റിനെ സംരക്ഷിത കവചമൊരുക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നമ്മളെ എവിടെയും കൊണ്ടുവന്ന് എത്തിക്കില്ല. കന്യാസ്ത്രീകൾ തന്നെ, ആ സംസ്ഥാനത്തെല്ലാമുള്ള കന്യാസ്ത്രീകൾ ഞങ്ങളോട് പങ്കുവച്ചൊരു കാര്യമുണ്ട്. അവരുടെ ഈ വസ്ത്രം ഉപയോഗിച്ച് അവർക്ക് പുറത്ത് ഇറങ്ങാൻ കഴിയുന്നില്ല. സാധാരണ മനുഷ്യർ, സ്ത്രീകൾ ഉപയോഗിക്കുന്ന വസ്ത്ര ധരിക്കാതെ പുറത്തേക്ക് പോകാൻ അവർക്ക് കഴിയുന്നില്ല. കാരണം ആക്രമിക്കപ്പെടും എന്ന ഭയം അവർക്കുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ബഹുമാനത്തോടുകൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, ഈ സമുദായ നേതൃത്വം ആലോചിച്ച് നോക്കണം. നിങ്ങളുടെ തന്നെ സഹജീവികളായിട്ടുള്ള മനുഷ്യർ ഈ രാജ്യത്ത് മുഴുവനും ഇത്തരത്തിലുള്ള പീഡനങ്ങൾ അനുഭവിക്കുമ്പോൾ സത്യത്തെ മൂടിവെക്കാൻ ശ്രമിക്കുന്ന ഏത് ഒരു അഭിപ്രായ പ്രകടനവും നമ്മുടെ രാജ്യത്തിന് നന്മ ചെയ്യില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അപ്പം അതുകൊണ്ട് ഈ കാര്യത്തിൽ നടക്കുന്ന ആക്രമണങ്ങളെല്ലാം ഇന്ത്യയുടെ ഭരണഘടനയ്ക്കെതിരായി, ഇന്ത്യയുടെ പൗരന്മാരുടെ അവകാശങ്ങൾക്കെതിരായി, നമ്മുടെ മനസാക്ഷിക്കനുസരിച്ച്, അതിൻ്റെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് നമുക്കിഷ്ടമുള്ള മതം തിരഞ്ഞെടുക്കാനുള്ള ഇന്ത്യൻ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യത്തിന് മേലെയുള്ള ഒരു ആക്രമണമായി, അതിക്രമമായി ഈ പ്രശ്നങ്ങളെ കാണാൻ എല്ലാവരും തയ്യാറാകണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. And my point, the UDF had also sent a delegation there. That is good. We were happy that UDF has also sent a delegation to meet the nuns. Problem is that these attacks in Chhattisgarh started many years ago. At that time, the Congress government was in power in Chhattisgarh. In 2022-23, in the 14 Adivasi seats, there were Congress MLAs. And in those Adivasi areas, just like today, a big attack took place on Adivasi Christians by RSS platforms like Bajrang Dal and Janjati Suraksha Manch. We heard that a Christian grave had been dug up and a Christian lady's body had been exhumed and brought out of the grave by these RSS people. We went there. We spent 5 days in that area. We met the sisters, the fathers. In the Narayanpur church, Mother Mary's statue had been broken. We went there. It would have been good if that time also a UDF delegation had gone. It would have helped. It was a Congress government. It was a BJP attack. But at that time, no UDF delegation had gone. Only LDF and CPM delegation had gone. These are things which happen, my dear friends. And these strengthen those forces who fight against the Constitution. So together today, I am sure that with this experience in front of us, we will strengthen our unity, and especially we will defend Kerala. You don't understand. Kerala is our hope. Why? Because such incidents can never happen in Kerala. Defend Kerala. Our unity, our example. Thank you very much. Thanks. You can leave, comrade. UDF ഒരു പ്രതിനിധി സംഘം കൂടി അവിടെ വന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമൊക്കെ ഉണ്ട്. അത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ എനിക്കൊരു കാര്യം ചൂണ്ടിക്കാണിക്കാനുണ്ട്. 2022-23 കാലത്ത് ഇതുപോലെ തന്നെ ആക്രമണങ്ങൾ അതേ സ്ഥലങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു. 14 ആദിവാസി സീറ്റുകളാണെന്ന് ഛത്തീസ്ഗഡിലുള്ളത്. ആ 14 ആദിവാസി സീറ്റുകളിൽ 14 കോൺഗ്രസിൻ്റെ MLA-മാരായിരുന്നു. ആ സമയത്തും BJP-യുടെയും ബജ്രംഗ ദളിൻ്റെയും ജൻജാഗ്രത സമിതിയുടെയും നേതൃത്വത്തിൽ RSSൻ്റെ സംഘടനകളുടെ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തൊന്നും ഞാൻ ഒരു UDF-ൻ്റെ പ്രതിനിധി സംഘത്തെയും കണ്ടില്ല. ആക്രമിക്കപ്പെട്ടപ്പോൾ ആരും പ്രതിരോധിക്കാനും ഉണ്ടായിരുന്നില്ല. അവിടെ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവിടെ കുഴിമാടങ്ങൾ മാന്തിയെടുത്ത്, ക്രൈസ്തവരുടെ കുഴിമാടങ്ങൾ മാന്തിയെടുത്ത്
ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ പുറത്തെടുക്കുന്ന സ്ഥിതി ഉണ്ടായി. അവിടെ മദർ മേരിയുടെ പ്രതിമ തകർക്കുന്ന സന്ദർഭം ഉണ്ടായിട്ട് പോലും ആരും അതിൽ ഇടപെട്ടില്ല എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തീർച്ചയായും ആ ഘട്ടത്തിലും ഒരു UDF ഡെലിഗേഷൻ, ഐക്യജനാധിപത്യ മുന്നണിയുടെ കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധി സംഘം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ഞങ്ങൾക്ക് കൂടുതൽ സന്തോഷമുണ്ടാകുമായിരുന്നു. പക്ഷെ അത് നടന്നില്ല. ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നത് ഒരു കാര്യം സൂചിപ്പിച്ചുകൊണ്ടാണ്. നമ്മുടെ ഐക്യം നമുക്ക് കൂടുതൽ ദൃഢമാക്കണം. നമ്മുടെ മതനിരപേക്ഷത നമുക്ക് ശക്തമാക്കാൻ കഴിയണം. ഞാൻ അതുകൊണ്ടാണ് UDFൻ്റെ കാര്യവും കൂടി ഇവിടെ സൂചിപ്പിച്ചത്. നമ്മുടെ ഐക്യം ശക്തിപ്പെടുത്തുകൊണ്ട് കേരളത്തെ പ്രതിരോധിക്കാൻ കഴിയണം. കാരണം കേരളം ഈ രാജ്യത്തിൻ്റെ പ്രതിരോധത്തിൻ്റെ ശബ്ദമാണ്. അതുകൊണ്ട് കേരളത്തിൻ്റെ മതനിരപേക്ഷതയും കേരളത്തിൻ്റെ രാഷ്ട്രീയ മൂല്യവും കേരളത്തിൻ്റെ ജനാധിപത്യ മൂല്യങ്ങളും എല്ലാം സംരക്ഷിക്കാനുള്ള പ്രതിജ്ഞ എടുത്തുകൊണ്ടായിരിക്കണം ഈ സെമിനാർ അവസാനിക്കേണ്ടത്. കേരളം നമ്മുടെ രാജ്യത്തിന് ഭാവിയിലും തീർച്ചയായും മാതൃകകൾ സൃഷ്ടിക്കും. പ്രതിരോധത്തിൻ്റെ ഉരുക്കുകോട്ടയായി ഈ സംസ്ഥാനം തീർച്ചയായും ഉണ്ടാകും എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. നന്ദി.